നമസ്കാരം, ആയുഷ് കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റാണ്. പക്ഷേ ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പഞ്ചസാരയോ ഷുഗറോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്വീറ്റ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ലഡു നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ നട്ട്സൊക്കെ, നമ്മുടെ വാൾനട്ടോ അല്ലെങ്കിൽ ബദാമോ കാഷ്യൂനട്ടോ ഒക്കെ കൊടുക്കുമ്പോൾ ചില കുട്ടികൾ കഴിക്കാറില്ല. അതുപോലെ തന്നെ പൊതുവെ ചില മുതിർന്ന ആളുകൾക്കും അതങ്ങനെയായിട്ട് തന്നെ കഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല, ചിലർക്ക് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്കതൊരു ലഡു പോലെ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ കഴിക്കാം, അതിനായിട്ട് നമ്മളൊരു ലഡു ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ചേർത്തേക്കുന്നത്, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും പഞ്ചസാരയൊക്കെ ഒഴിവാക്കുന്ന ആളുകളുണ്ട്. അവർക്കും ഒരു സ്നാക്കായിട്ട് ഈ ഒരു ലഡു കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിൽ നമ്മളത് കാണിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികൾക്ക് എത്ര രീതിയിൽ, എത്ര ഡോസ് അല്ലെങ്കിൽ എത്ര എണ്ണം നമ്മൾക്ക് കൊടുക്കാൻ പറ്റും, ഇതെല്ലാം നമ്മൾ ആ ഒരു ടൈമിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതിനായിട്ട് ഈ ഒരു കപ്പിൽ, അതായത് ഈ ഒരു പാത്രത്തിൽ 1 കപ്പ് അളവ് കപ്പലണ്ടിയാണ് എടുക്കുന്നത്. ആ സെയിം കപ്പ് അളവിൽ തന്നെ നമ്മൾ 1 കപ്പ് ബദാം കൂടി എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ആ ഒരു കപ്പ് അളവിൽ തന്നെ മലരാണ് ചേർക്കുന്നത്. ശരീരത്തിന് വളരെയധികം ഗുണമുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ് മലര്. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് 2 സ്പൂൺ എള്ളാണ്, കറുത്ത എള്ള്. രക്തക്കുറവുള്ളവർക്കും വളരെയധികം ഗുണമുള്ളതാണ് എള്ള്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു 15 ഈന്തപ്പഴമാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ ഗ്രൗണ്ട്നട്ട്, അതായത് നമ്മുടെ കപ്പലണ്ടി നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെടുത്തിരിക്കുന്ന മുഴുവൻ കപ്പലണ്ടിയും നമ്മളിതുപോലെ നന്നായിട്ട് അത് പൊട്ടി വരുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബദാമും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി തോല് കളഞ്ഞതും അതുപോലെ ബദാമും, മലരൊന്നും നമ്മൾ റോസ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ എള്ളും നമ്മൾ റോസ്റ്റ് ചെയ്യുന്നില്ല. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു എണ്ണയൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരും. ഇതിൽ നമ്മൾ യാതൊരു വെള്ളമോ എണ്ണയോ നെയ്യോ ഒന്നും വേറെ നമ്മൾ ചേർക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 15 ഈന്തപ്പഴം ഇതിനകത്തേക്ക് ചേർത്ത് നമ്മൾ വീണ്ടും മിക്സിയിലിട്ട് അരച്ചെടുക്കുക. നമ്മളിതിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു രൂപത്തിൽ ഇത് കിട്ടുന്നതാണ്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ എള്ളിൽ നിന്നും കപ്പലണ്ടിയിൽ നിന്നുമൊക്കെ ഇറങ്ങിയ എണ്ണയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവറും കാണും. നമ്മളത് നന്നായിട്ട് ലഡുവിൻ്റെ രൂപത്തിൽ നമ്മളത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അത്യാവശ്യം നല്ല മധുരവും നല്ല ഗുണവുമുള്ള ലഡു ഇങ്ങനെ നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു 1 വീക്ക് വരെയൊക്കെ ഇത് കേടുകൂടാതെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. മുടി കൊഴിച്ചിൽ, രക്തക്കുറവ്, അതുപോലെ കുട്ടികൾക്ക് ഇത് കഴിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ നട്ട്സുകൾ കഴിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, നമ്മുടെ രക്തക്കുറവ്, അതുപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന കാൽസ്യക്കുറവ്, എല്ലുകൾക്കുണ്ടാകുന്ന ബലക്കുറവ്, ഇതിനെല്ലാം നമ്മൾക്ക് ഈ ലഡു വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, നഖങ്ങൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥ, കാൽസ്യം റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധിശക്തിക്കും ബുദ്ധിവികാസത്തിനും നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നതിനുമൊക്കെ നമ്മൾക്ക് ഇത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെയധികം നല്ലതാണ്. നോ ഷുഗർ പ്രൊഡക്റ്റാണ്. കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു 3 എണ്ണം കഴിക്കാവുന്നതാണ്. മുതിർന്നവർക്കിത് ഡെയിലി 1 വീതം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലഡു പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്.
അതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ നമുക്കത് കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാം. നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.